വെൽക്കം ടു MGR വൈബ്സ്. ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് മംഗലശ്ശേരിയിലേക്കാണ് കേട്ടോ. കണ്ണൂർ കുപ്പത്തുള്ള മംഗലശ്ശേരി എന്ന് പറയുന്നൊരു അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇത് നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്. ഈ പോകുന്ന വഴികളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, അത്രയും മനോഹരമാണ് കേട്ടോ കാണാനായിട്ട്. പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം അതുതന്നെയാണ് കേട്ടോ എല്ലാവരെയും ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നത്. നമ്മളിങ്ങനെ തിരക്കിൽ നിന്നൊക്കെ മാറി ഈ ഒരു ശാന്തതയിലേക്ക് വരുമ്പോൾ നമ്മളെ മൈൻഡ് നല്ല റിലാക്സ്ഡ് ആവും കേട്ടോ. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു ഇടം കൂടിയാണ്. അതുപോലൊരു ഈവനിങ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പട്ടവും സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഏരിയ കാണാം നിങ്ങൾക്ക്. നല്ലൊരു വൈബുള്ളൊരു ഏരിയ. അപ്പം ഇവിടെ കുറച്ച് ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്, കുറച്ച് കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് ഇരുന്ന് കുറച്ച് എൻജോയ് ചെയ്ത് അതിനുശേഷം അവിടെ നമ്മൾ യാത്രയായി. പോകുന്ന വഴി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും, അത്രയും നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണേ. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് നമുക്കൊന്ന് കാണാമെന്ന് കരുതി അവിടെ ഇറങ്ങിയില്ല. നമ്മളങ്ങനെ അങ്ങ് ബൈക്കും എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടേ. മൊത്തത്തിൽ അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെൽകൃഷി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പലയിടത്തും നെൽകൃഷിയൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഫാക്ടറികളും വലിയ വലിയ ബിൽഡിങ്ങും റോഡുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പോഴും കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ലെഫ്റ്റ് സൈഡ് മുഴുവനായിട്ട് വയലുകളാണ്. മുഴുവനായിട്ട് അവിടെ നെൽകൃഷിയാണ് കേട്ടോ നടക്കുന്നത്. ആ ഒരു സൈഡിലൊക്കെ നെല്ല് നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അടിപൊളി കാഴ്ച തന്നെയാണ് നമുക്ക്. ഈ ഒരു സൈഡിൽ മുഴുവൻ നെൽപ്പാടവും കുന്നും മലയും മറ്റു സൈഡിൽ പുഴയും ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്നൊരു സ്ഥലം കൂടിയാണിത്. ഗ്രാമം, സുന്ദരമായ ഒരു ശാന്തമായൊരു ഗ്രാമം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു സ്ഥലം. ഇത്തരത്തിലുള്ള കാഴ്ചകൾ കൂടിയാണ് കേട്ടോ സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ വള്ളംകളി നടക്കാറുണ്ട്. വള്ളംകളി പ്രേമികൾക്ക് ഇവിടെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കേട്ടോ. ഉത്തര കേരളത്തിലെ തന്നെ ആദ്യമായിട്ട് വള്ളംകളി മത്സരം നടന്ന ഇടം എന്നൊരു സവിശേഷത കൂടി ഈ ഗ്രാമത്തിനുണ്ട്. 2012 മുതലാണ് ഇവിടെ വള്ളംകളി മത്സരങ്ങൾ തുടങ്ങിയത്. ഓണക്കാലത്താണ് കേട്ടോ വള്ളംകളി മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഏകദേശം 20 വള്ളങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവുന്നത്. വള്ളംകളിക്കായി ഒരു ഗ്രാമം തന്നെ ഒരുമിക്കുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. മത്സരം കാണാൻ ഒരുപാട് വള്ളംകളി പ്രേമികൾ ഒഴുകിയെത്തുന്നൊരിടം കൂടിയാണിവിടെ. അപ്പോൾ അങ്ങനെ നിരവധി വിശേഷ ഗുണങ്ങൾ ഈ ഒരു സ്ഥലത്തിനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു തട്ടുകട സ്റ്റൈലിലുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കാനായിട്ട് നല്ല രസമാണ്. ഒരുപാട് മീനുകളുണ്ട്. നമ്മൾ റിച്ചൂസ് മീനിനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവനിങ്ങനെ കാണിച്ചു തരാണ് ഇവിടെ മീനുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ആർക്കായാലും കണ്ണങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ പറഞ്ഞത് പുറത്തേക്ക് എടുത്തു. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചായ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നിട്ടോ കുറച്ച് നേരം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഈവനിങ് ടൈമാണ് ഇവിടെ വരാൻ പറ്റിയൊരു സമയം. ഈവനിങ് മാത്രമല്ല, അല്ലെങ്കിൽ മോർണിംഗ് ടൈം. ഈ 2 സമയങ്ങളിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. ഇവിടെ നിറയെ ആൾക്കാരായിരുന്നു. കുറേ മുന്നേ വന്നപ്പോൾ ഇത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പം അത്രയും ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ്
ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെ വേറെന്ത് കാണാനുണ്ട് എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഈ ഒരു പുഴകളും മലകളും കുന്നുകളും തന്നെയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു പ്രത്യേകത കൂടി. ഇതുപോലെ ഇരിപ്പിടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാനും വൈകുന്നേരം എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഇതാണ് കേട്ടോ. വള്ളംകളി മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വീക്ഷിക്കാനായിട്ട് പറ്റും. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കാറ്റും ഈ ഒരു സമയത്തെ ഈ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീക്കാൻ തോന്നില്ല കേട്ടോ. കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്നിട്ടൊക്കെ പതുക്കെ പോയാൽ മതി നമുക്ക് തോന്നും. അങ്ങനെ ഞങ്ങളും കുറേ ടൈം അവിടെ ഇരുന്ന് പതിയാണ് കേട്ടോ പോയത്. അവിടെ നമ്മുടെ റിച്ചൂസ് അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കുട്ടികൾ അവിടെ റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവനും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടം വരെ വന്നിട്ട് ഈ നെല്ലൊക്കെ തൊടാതെ പോകുന്നത് എങ്ങനെയാണ്? നെല്ലൊക്കെ നന്നായിട്ട് തന്നെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. കുറേ ഭാഗം അങ്ങോട്ടൊക്കെ നെല്ല് കൊയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ കുറച്ച് നെല്ല് കൊയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങോട്ട് വരാം, ഇവിടുത്തെ വൈബൊക്കെ എൻജോയ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണാം കേട്ടോ ഈ ഒരു സ്ഥലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്ന് ഇതുപോലത്തെ ട്രാവൽ വീഡിയോയും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്നാലും മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ ബൈ.